ഹായ് ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വലിയ ഓഫർ വീഡിയോ തന്നെയാണ്. സാരീസിന്റെ ഓഫർ വീഡിയോ ആണ്. ഹാഫ് പ്രൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു. നമ്മൾ ഇന്നും ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും കൂടെ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു ഹാഫ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. 50% ഓഫറിൽ കേട്ടോ. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് കളർ ഷെയ്ഡ് പറയുവാണെങ്കിൽ ഒരു വാഴക്കുമ്പ് പച്ച കളറില്ലേ, അതാണ് വരുന്നത്. നിറയെ കട്ട് വർക്കും സ്റ്റോൺ വർക്കും ആയിട്ട് വരുന്ന സാരിയാണ്. ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത്. ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള കട്ട് വർക്കും അതിനകത്തൊരു പിങ്കിന്റെ ഒക്കെ കോമ്പിനേഷനിൽ നല്ലൊരു ഫ്ലവർ എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. പ്ലസ് നല്ല ഭംഗിയായിട്ടൊരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു വടമുല ഷെയ്ഡിന്റെ ഒക്കെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ മുതലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഹെവി ആയിട്ട് സ്കാറ്റേഡ് ആയിട്ടും ആ ഒരു എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. സാരിയാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇതിന് റണ്ണിങ് ആയിട്ട് തന്നെയാണ്. ബ്ലൗസ് പീസിന്റെ ആ ഒരു സ്ലീവിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഇങ്ങനെയാണ് വരുന്നത്. സാരി ഹെവി ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ആക്ച്വലി ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 3969 രൂപയാണ് കേട്ടോ. ഞാൻ ഇനി എല്ലാ സാരീസിന്റെയും പ്രൈസ് പറഞ്ഞു പോകില്ല, ഒറിജിനൽ പ്രൈസ്, കാരണം എല്ലാത്തിനും ഡിഫറെന്റ് അല്ല. നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പം തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് പറയുന്നില്ല. എല്ലാ സാരിയുടെയും ഒറിജിനൽ ആയിട്ടുള്ള പ്രൈസ് വീഡിയോയിൽ സ്ക്രീനിൽ ഉണ്ടാവും. നിങ്ങൾ അതിന്റെ ഹാഫ് പ്രൈസ് മാത്രമാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇനി മുതൽ സാരി ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, പ്രൈസ് പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സാരി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ്. നന്നായിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയലും ഒക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത്. നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ ഒരു കളർ ചേഞ്ച് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. വലിയ ഡിഫറൻസസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. കുറേ സാരീസ് ഉണ്ട്, നമ്മൾ വേഗം കാണിച്ചു പോവാം കേട്ടോ. ബ്ലൗസ് പീസ് ഇതിലും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു പൈപ്പിങ്ങും ബ്ലൗസ് പീസിലും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി വരുന്നത്. ഈ സാരീസ് എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനകത്ത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒന്നോ രണ്ടോ കളേഴ്സ് ഒക്കെ എല്ലാത്തിലും ബാക്കി വരുന്ന അങ്ങനത്തേതും, പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വന്നതൊക്കെ, അങ്ങനെയുള്ള സാരീസ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നോർമലി എല്ലാ ദിവസവും യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ചെക്ക് ചെയ്തിട്ട് അയക്കുള്ളൂ കേട്ടോ. പിന്നെ ഡാമേജ് ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്യാം. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു സെമി സിൽക്ക്, നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. നല്ലൊരു തെളിഞ്ഞ ബ്ലൂ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോർഡർ വരുന്നത്. രണ്ട് സൈഡിലും മുന്താണി വരുന്നത് ഇതുപോലെ. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതാണ് വരുന്നത് കോമ്പിനേഷൻ. ഇതാ ഇങ്ങനെ വരും. കളറൊക്കെ ക്ലിയർ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. കുറേ സാരീസ് ഉണ്ട് കാണിക്കാൻ, അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ആർട്ട് സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. അതിനകത്ത് തന്നെ സെൽഫ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നു. ഇങ്ങനെ വരും കേട്ടോ. ഉള്ളിലേക്ക് കുത്തുന്ന ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. മിഡിൽ നിന്ന് താഴേക്ക് ഡബിൾ പാർട്ടിലേക്കാണ് അതിന്റെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫുൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഇങ്ങനെ മുന്താണിയുടെ എൻഡ് വരെ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ സാരിയുടെ ഒക്കെ പ്രൈസ് വരുന്നത് 1105 ആണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കിൽ തന്നെ പോച്ചമ്പള്ളി പ്രിന്റുമായിട്ട് വരുന്ന സാരിയാണ്. ചെറിയൊരു ബോർഡർ ഒക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഇങ്ങനെ. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. നമ്മളിപ്പോൾ കണ്ട സാരിയുടെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സോഫ്റ്റ് സിൽക്ക് സാരി പറയാം. നമുക്കൊരു കോൺട്രാസ്റ്റ് ബേസിലാണ് വരുന്നത്. ഇതുപോലെ ഒരു കോപ്പർ ജെറി അല്ല, റോസ് ഗോൾഡ് ജെറിയിൽ വരുന്ന വീവിംഗ് ആണ്. ഇതുപോലെ വരും. ആ ഒരു ഫ്ലവറിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ വരും. ത്രൂ ഔട്ട് ദി സാരി ബോഡി ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത്. മുന്താണിയിലേക്ക് വരുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡിൽ വളരെ ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടാകും. നമ്മൾ റീസ്റ്റോക്ക് കുറേ ചെയ്ത സാരിയാണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ ത്രെഡിന്റെ വീവിംഗ് ആയിട്ട് വരുന്ന സാരി. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സിൽക്കി കോട്ടയാണ് ഫാബ്രിക്. രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ഇത് ത്രെഡിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ത്രെഡിന്റെ ഒരു വർക്കാണ് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നു.
മുന്താണി വരുന്നത് ഇതാ ഇങ്ങനെ. മുന്താണി ആ ബോർഡറിന്റെ സെയിം പാറ്റേണിൽ തന്നെ മുന്താണി വരുന്നു. ബ്ലൗസ് പീസും അതുപോലെ തന്നെ വരുന്നു. ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ഈ സാരിയുടെ ഒക്കെ പ്രൈസ് വരുന്നത് 1045 ആണ് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന ഒരു ഗഡ്വാൾ കോട്ടൺ സാരിയാണ് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല, മിക്സ്ഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. ഇതിനകത്തൊരു വൈറ്റ് കളർ ത്രെഡിന്റെ, വൈറ്റിന്റെയും ആ ഒരു സെൽഫ് ആയിട്ടുള്ള കളറിന്റെ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ബോർഡർ വരുന്നത് ഇതുപോലെ ത്രെഡിന്റെ, നമ്മുടെ കാന്താ സ്റ്റിച്ച് ഒക്കെ പോലെ വരുന്ന ആ ഒരു ത്രെഡിന്റെ ആ ഒരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഹെവി ആയിട്ട് ആ ബോർഡർ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നല്ല ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ ബോർഡറോട് കൂടിയിട്ട് വരുന്നു. സാരിയുടെ പ്രൈസ് വരുന്നത് 875 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു. ചെറിയൊരു സെൽഫ് ആയിട്ടുള്ള ബുട്ട ബുട്ട പോകുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് കളറിലാണ് ബോർഡർ വരുന്നത്. ടോപ്പ് ബോർഡർ വരുമ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് കേട്ടോ. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ, ഒരു ബർഗണ്ടി ഷെയ്ഡിന്റെ, വൈൻ ഷെയ്ഡിന്റെ, ലൈറ്റ് വൈൻ റെഡ് ഷെയ്ഡിലേക്ക് വരുന്നു. ത്രെഡിന്റെ തന്നെ വീവിംഗ് ആണ് ഇതിനകത്ത് പോകുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്. സാരിയിൽ വരുന്ന ആ ഒരു ബുട്ട ഇതിനകത്തും വരുന്നുണ്ട്. ഇങ്ങനെ. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ് സാരി വരുന്നത്. ഇത് ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഡെയിലി വെയർ ആയിട്ടും റഫ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് കൊടുത്തിട്ട് പോകാൻ അയൺ ചെയ്യാനൊന്നും വേണ്ട ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ. മുന്താണിയിൽ വരുമ്പോൾ ഇതുപോലെ, ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നമുക്ക് അതുപോലെ ഡെയിലി വെയർ ആണ് പറ്റുന്ന സാരിയാണ്. വെയിറ്റ് ഒട്ടും ഇല്ല, ഭയങ്കര ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി. ഇങ്ങനെ ഒരു ഗ്രേ കളറിലേക്കാണ് വരുന്നത്. മുന്താണി വരുമ്പം ഇതുപോലെ, ബ്ലൗസ് പീസ് ഇങ്ങനെ. ഈ സാരിയുടെ പ്രൈസ് 549 രൂപയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ്. ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത്. ഒരു രാമ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെ ഒരു ലൈൻസിന്റെ ഒരു പാറ്റേൺ, ഒരു കോപ്പറിന്റെ ജെറിയിലുള്ള വീവിംഗ് ആണ് പോകുന്നത്. ഇങ്ങനെയാണ് ബോഡി വരുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ വരുന്നു. ഇങ്ങനെ ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവ് എൻഡിൽ നമുക്ക് ഇങ്ങനെ ബോർഡറും കൂടെ കൊടുക്കാൻ പറ്റും. ഇതാണ്. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതിന്റെ വേറൊരു കളർ ചേഞ്ച്, പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാക്കിയാണ് വരുന്നത്. കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ്. ഇതാ ഇങ്ങനെയാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഇതുപോലെ മുന്താണി വരുന്നു. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഇങ്ങനെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. റോസ് ഗോൾഡ് ജെറിയിൽ വരുന്ന പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു മാങ്ങ ഡിസൈനും, ഇതാ ചെറുതും വലുതുമായിട്ട് മാങ്ങ ഡിസൈൻസ് ആണ് കൊടുക്കുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണിയിൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി തന്നെയാണ് കേട്ടോ. കൊടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഇതുപോലെ കോപ്പറിന്റെ ഒരു ചെറിയ വീവിംഗ് ആണ് പോകുന്നത്. ചെറിയ ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലും വരുന്നത്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ സ്ട്രൈപ്സിന്റെ പാറ്റേൺ ആണ് മുന്താണിയിലേക്ക് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. അതിനകത്ത് കോപ്പർ ജെറി പോകുന്നുണ്ട്. നമുക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല. ഇതായത് കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് അത് പോകുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ്. ഇങ്ങനെ വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ടാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ ആ രണ്ട് കളറിന്റെയും, ഒരു വൈൻ ഷെയ്ഡിന്റെയും ആ ഒരു ഓറഞ്ച് ഷെയ്ഡിന്റെയും കോമ്പിനേഷൻ ബ്ലെൻഡഡ് ആയിട്ടാണ് മുന്താണിയിലേക്ക് വരുമ്പോൾ വരിക. ബ്ലൗസ് പീസും ഇങ്ങനെ മുന്താണിയുടെ ആ സെയിം ഷെയ്ഡിലേക്കാണ് ബ്ലൗസ് പീസും വരുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1020 ആണ് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്തും ആ ഒരു സെയിം, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ സെയിം പാറ്റേൺ തന്നെയാണ് പോകുന്നത്. കോപ്പർ ജെറി ആയതുകൊണ്ട് തന്നെ അത്ര എടുത്ത് കാണിക്കുന്നില്ല. നല്ലൊരു ഗ്ലേസിങ്ങും എല്ലാം ഉള്ള സാരി തന്നെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കോപ്പർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതുപോലെ ബ്ലൗസ് പീസും മുന്താണിയുടെ ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ വരുന്നു. ടിഷ്യൂ വീവിങ് എല്ലാത്തിലും പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ക്രീം ഷെയ്ഡാണ്. അതിന്റെ കൂടെ കോപ്പറിന്റെ ജെറി വീവിങ് കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ വീവിങ്ങും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിന്റെ കോൺട്രാസ്റ്റ് ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഒരു കോഫി ഷെയ്ഡിലേക്കാണ് അത് കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ബ്ലൗസ് പീസും ഇങ്ങനെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു മജന്ത ഷെയ്ഡിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിലും പാറ്റേൺ ഡിഫറെന്റ് ആണ് കേട്ടോ. അതിനകത്ത് നമ്മൾ കോപ്പർ ജെറി ആയിരുന്നു വരുന്നത്. ഇതിനകത്ത് ത്രെഡിന്റെ ഒരു വീവിംഗ് ആണ് പോകുന്നത്.
ടിഷ്യൂ വീവിങ് പോകുന്നുണ്ട്, പ്ലസ് ആ ഒരു എംബ്രോയിഡറി വരുന്നത് ത്രെഡിലാണ്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. മുന്താണിയും ബ്ലൗസ് പീസും ഒരേ സെയിം ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അടുത്ത് വരുന്ന സെമി സിൽക്ക് തന്നെയാണ്. ഫാബ്രിക് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ, ഒരു ചെറുപയർ പച്ച കളറിന്റെ ഒക്കെ അടുത്ത് വരുന്ന കളർ ഷെയ്ഡ്. അതിൽ ഇതുപോലെ ത്രെഡിന്റെ ഒരു എംബ്രോയിഡറി വർക്ക്, ഒരു ത്രെഡ് ബ്ലൂ ഷെയ്ഡിലാണ് അത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിന്റെ ഒരു പാറ്റേൺ, അല്ലാതെ തന്നെ സെൽഫായിട്ട് ഇതുപോലെ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ഇങ്ങനെ പോകുന്നുണ്ട്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി വരുമ്പം ഇങ്ങനെ, മുന്താണിയിലേക്ക് വരുമ്പോൾ ആ ഒരു ബ്ലൂ ആണ്, നല്ല ഹെവി ആയിട്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ആ ത്രെഡാണ് ഇത് മുഴുവൻ, ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്, ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് ബോർഡറിലേക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡിന്റെ എംബ്രോയിഡറി വർക്ക് വരും കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 830 ആണ്. അടുത്തത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ അതിന്റെ ആ ഒരു ഫ്ലവറിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്ന ഒരു സിൽവർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് സെൽഫായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇതിനകത്ത് പോകുന്നുണ്ട്, അത്ര എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്ക് വാഷ് ചെയ്ത് വീട്ടിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ ത്രെഡിന്റെ പാറ്റേൺ ആണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിന്റെയും ബോട്ടിൽ ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷൻ. ഇതിനകത്ത് ആ ഒരു പാറ്റേൺ പോകുന്ന ഒരു ആലിലയുടെ ഒക്കെ ഷേപ്പിൽ ഇതുപോലെയാണ്. അതിനകത്ത് ആ ഒരു വർക്ക് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ത്രെഡിന്റെ രീതിയിൽ പോകുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു മെറൂൺ പീച്ച് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. എന്താ പറയാ, ഒരു ബേജ് കളറിന്റെ ആ ഒരു പാറ്റേൺ, ആ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ചെറിയൊരു ബോർഡർ, അതുപോലെ സെക്കൻഡ് ബോർഡർ ആയിട്ട് ഇതുപോലെ ഒരു ടെമ്പിൾ ഡിസൈനിന്റെ പാറ്റേണിൽ ഇതുപോലെ കൊടുക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡിൽ. അതുപോലെ സാരിയിൽ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ചെറിയ ചെറിയ ബുട്ട വീവിങ് പോകുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരി, പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു വിത്ത് ബോർഡറോട് കൂടിയിട്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 699 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഡസ്റ്റി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. സെമി സിൽക്ക് ആണ് ഫാബ്രിക്. ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഒരു ആഷ് കളറിന്റെ ഒരു പാറ്റേണിലാണ്, കളർ ഷെയ്ഡിലാണ് ബോർഡർ വരുന്നത്. ഇതിന്റെ ഇങ്ങനെ ഈ ഭാഗം മുതലാണ് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് പോകുന്നത്. ത്രൂഔട്ട് ആ ഒരു മുന്താണിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഇത് വരുന്നുണ്ട് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡറിന്റെ ആ ഒരു ആഷ് കളറിലേക്കാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ചോക്ലേറ്റ് ഷെയ്ഡിന്റെ ആണ് ബോഡി വരുന്നത്. ഒരു ആഷ് കളറിലേക്കാണ് അതിന്റെ ബോർഡർ വരുന്നത്. ഇതിനകത്തും ആ ഒരു സെൽഫായിട്ടൊന്നും പറയാൻ പറ്റില്ല, ബോഡിയേക്കാളും ഒരു 2 ടോൺ ലൈറ്റർ ആയിട്ടാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതുപോലെ കേട്ടോ. ഒരു ലീഫിന്റെ പാറ്റേൺ ആണ് കംപ്ലീറ്റ്, നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ബേജ് കളറാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബോർഡർ എല്ലാം ആഷ് കളറിൽ തന്നെ വരുന്നു. മുന്താണി ഇതുപോലെ ത്രെഡിന്റെ തന്നെ വർക്കാണ് വരുന്നത്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്കാണ് ഇതുപോലെ. സെമി സിൽക്ക് തന്നെയാണ്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. ഇതിനകത്ത് സെൽഫായിട്ട് എന്ന് പറയുമ്പോൾ ബോഡിയേക്കാളും കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള കളർ ഷെയ്ഡ് ഇതുപോലെ ഒരു ത്രെഡിന്റെ പാറ്റേൺ ആണ് പോകുന്നത് കേട്ടോ. ബോഡി ഫുൾ ഇങ്ങനെ തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് പ്ലെയിൻ ആയിട്ട് ബോഡി വരുന്നു. അടുത്തത് നോക്കാം. തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത് ഇതുപോലെ. പാറ്റേൺ എല്ലാം സെയിം തന്നെ. മുന്താണി വരുന്നത് ഇതുപോലെ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബോഡി പ്ലെയിൻ ആയിട്ട്. അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. ഇങ്ങനെ. ഇതിനൊക്കെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഇത്രയും ഡാർക്ക് ഷെയ്ഡിന്റെ വേറെ കോൺട്രാസ്റ്റ് പെയർ ചെയ്താലും നല്ലതായിരിക്കും. മുന്താണി ഇത് വരുന്നു. ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ ഒരു ഗ്രേ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബോർഡർ വരുന്നത് ഒരു ആന്റി ഗോൾഡൻ കളറിലേക്ക് ബ്ലെൻഡഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തെല്ലാം ഇതുപോലെ ഒരു ലൈൻസ് പോകുന്നുണ്ട്. സാരി മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. മുന്താണി ഇങ്ങനെ വരുന്നു. സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം.
നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഭയങ്കര ഇരുണ്ട ബ്ലൂ അല്ല കേട്ടോ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതിനകത്ത് ഇതുപോലെ ഒരു കളർ ഷെയ്ഡിൽ ത്രെഡിന്റെ ആണ് വീവിങ്, ഒരു ബോർഡർ വരുന്നത്, ഒരു ടെമ്പിൾ ഡിസൈൻ പോകുന്നുണ്ട്. ബോഡിയിലെല്ലാം ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ബുട്ട പോകുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. കോമ്പിനേഷൻ ആയിട്ട് ഇതുപോലെ, കോമ്പിനേഷൻ അല്ല അതിന്റെ വർക്ക് പോകുന്നത് ഇതുപോലെ കോപ്പറിന്റെ ജെറി വീവിങ് ആണ് പോകുന്നത് കേട്ടോ. ഇതുപോലെ ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. സെൽഫ് ആയിട്ടുള്ളൊരു ബുട്ട ഇതിനകത്ത് പോകുന്നുണ്ട്. പ്രിന്റുകൾ, ബുട്ട അല്ല പ്രിന്റുകൾ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി വരുന്നത്. മുന്താണി വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിനകത്ത് കോപ്പറിന്റെ ജെറി വീവ് പോകുന്നുണ്ട് ഇതുപോലെ. ഇങ്ങനെയാണ് വരുന്നത്. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഇതുപോലെ, ബ്ലൗസ് പീസിലും ബോഡിയിലും ബുട്ട പോകുന്നുണ്ട്. അതുപോലെ വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ്, സ്ലീവിൽ നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതാ ഇങ്ങനെ, ഇതാണ് ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ്. നല്ല ഭംഗിയുള്ള ബോർഡർ രണ്ട് സൈഡിലും വരുന്നുണ്ട്. ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നല്ല വീതിയുള്ള ബോർഡർ ആണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. റോസ് ഗോൾഡിന്റെയും ഒരു മെറൂൺ ഷെയ്ഡിന്റെയും കോമ്പിനേഷൻ ആണ് അതിനകത്ത് ബോർഡറിൽ വരുന്നത്. ടോപ്പ് ബോർഡർ വരുമ്പോൾ ചെറിയ ബോർഡർ ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്, ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ വരും. മുന്താണി സിമ്പിൾ ആയിട്ട് തന്നെ. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പെട്ടെന്നൊക്കെ ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ പാറ്റേൺ ഇതുപോലെ വരുന്നത്. രണ്ട് സൈഡിലും സെയിം ബോർഡർ തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള പാറ്റേൺ ആണ് മുന്താണിയിൽ വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിനകത്ത് കോമ്പിനേഷൻ വരുന്നത് റോസ് ഗോൾഡ് ജെറിയിൽ വരുന്ന വീവിങ് ആണ്. അത് ബോർഡറും ബോഡിയിൽ വരുന്ന ആ ഒരു പാറ്റേൺ എല്ലാം റോസ് ഗോൾഡിലാണ് ചെയ്തേക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോർഡറും അതിനകത്ത് ആ ഒരു പാറ്റേൺ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വരും. നല്ല ഹെവി ആയിട്ടുള്ള സാരി തന്നെയാണ്. ഇതാ ഇതുപോലെ വരുന്നു. മുന്താണി വരുമ്പം വളരെ ഹെവി ആയിട്ട് ഇതാണ് മുന്താണി വരുന്നത്. ടസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബോഡിയും ബോർഡറും കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വീവിങ് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അടുത്ത സാരി നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. അതിനകത്ത് ഈ കാണുന്നതെല്ലാം ത്രെഡിന്റെ ഒരു വർക്കാണ് കേട്ടോ. ത്രെഡിന്റെ എംബ്രോയിഡറി വീവിങ് ആണ് പോകുന്നത്. ബോഡി ആണെങ്കിലും ബോർഡർ ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നു. ഉടുത്താലൊക്കെ ഇരിക്കുന്ന സാരിയാണ് കേട്ടോ. ഒത്തിരി വെയിറ്റ് ഒന്നും ഇല്ല. നല്ല ഭംഗിയായിട്ട് ഉടുത്താലിരിക്കുന്ന സാരിയാണ്. ബോഡി ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതാ ഇതുപോലെ. മുന്താണിയിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് കേട്ടോ. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 860 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി വരുന്നത്. നമ്മൾ 40 സാരിയാണ് ചെയ്തത്. ഇതിന്റെ ഒന്നും എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, ആരും കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയരുത്. കാരണം ഇതിന്റെ ഒന്നും കുറേ പീസസ് ഉണ്ടാവില്ല. എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. അതുപോലെ ഈ സാരിക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം നമ്മൾ 50% ഓഫറിലാണ് നമുക്ക് തരുന്നത്. റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല. ഡാമേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ. ചെക്ക് ചെയ്യാതെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ വീഡിയോയിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. സ്ക്രീനിൽ കാണുന്നതിന്റെ ഹാഫ് പ്രൈസ് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.